ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് പറയാം, നിങ്ങൾ ദൈവത്തെ കാണിച്ചു തരുമെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും പറയും, ഞാനും പറയും, ക്യാമറാമാനും പറയും ദൈവം ഉണ്ടെന്ന് പറയും. ഇനി നാളെ എവിടെയെങ്കിലും ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടെത്തിയാൽ ഈ സിദ്ധാന്തം പൊളിയില്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അങ്ങനെ വേണം നമ്മളിതിനെ നോക്കിക്കാണാൻ. ഇനിയും റിസർച്ച് വേണ്ടൊരു മേഖലയാണ്. അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് പ്രൊഫസർ മനോജ് സാറിനെയാണ്. അപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം പ്രപഞ്ചം ഉണ്ടായ കാലം മുതലേ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും തുടർ പഠനങ്ങളും തുടർ ഗവേഷണങ്ങളൊക്കെ വേണ്ട ഒരു വിഷയമാണ്. അപ്പം നമ്മളുടെ ചോദ്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരൻ്റെ സംശയങ്ങൾ പോലെ തന്നെയാണ് ചോദിക്കുക. അപ്പം നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരും ആ ഒരു ഇതിൽ തന്നെ എടുക്കുക. സാധാരണക്കാരനുണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. എൻ്റെ പേര് മനോജ് കുമാർ പീതാംബരൻ എന്നാണ്. ഞാൻ ക്യുസാറ്റിൻ്റെ ക്യുസക് എന്ന് പറഞ്ഞ ആലപ്പുഴയുള്ള ക്യാമ്പസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാനൊരു യൂണിവേഴ്സൽ ലോ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ യൂണിവേഴ്സൽ ലോയിൻ്റെ പേര് ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം എല്ലാ സ്പീഷീസിലും ഈ ലോ ട്രൂ ആണ്. പ്രൊകാരിയോട്സ്, യൂകാരിയോട്സ്, പ്രോട്ടോസോവ, സ്പോഞ്ചസ്, കോറൽസ്, ഫിഷ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, പ്രൈമേറ്റ്സ്, ഹ്യൂമൻസ് എല്ലാ സ്പീഷീസിലും ട്രൂ ആണ്. അപ്പം ഞാൻ പറയുന്നത് അത് ഫസ്റ്റ് സെല്ലിൻ്റെ കേസിലും ട്രൂ ആണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് സെല്ലുണ്ടായ ഈ സോളാർ സിസ്റ്റവും ഈ ഗാലക്സിയും ഈ യൂണിവേഴ്സും ഒരു ലൈഫ് ഫോഴ്സാണെന്നാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രബന്ധം എന്ന് പറയുന്നത് 24th സ്വദേശി സയൻസ് കോൺഗ്രസ്സിൽ ആക്സെപ്റ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ആ പേപ്പറിൻ്റെ ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ നവജ്യോതിശ്രീ കരുണാകര ഗുരുവിൻ്റെ ഗുരുവാണികളാണ്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന, എന്നാൽ അത്ര നിസ്സാരമല്ലാത്ത വളരെ ഗൗരവകരമായ ചില ചോദ്യങ്ങളാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളതും സംശയ നിവാരണം വരുത്താനുള്ളതും. ഓക്കെ സാറേ, ദൈവമുണ്ടോ? ദൈവമുണ്ട്. എങ്ങനെയാണ് സാറേ നമുക്ക് ദൈവം ഉണ്ട് എന്ന് പറയാൻ പറ്റുക? അത് നമ്മളുടെ ആ യൂണിവേഴ്സൽ ലോവിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് കംസ് ഫ്രം ലൈഫ്. അപ്പോൾ ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ട്. കാരണം യൂണിവേഴ്സ് ഒരു ജീവനാണ്. അപ്പോൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ് ദൈവം. ഓക്കെ. ഇപ്പം എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് ചോദിക്കാനുള്ളത്, സാറ് പറയുന്നു ദൈവം ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിക്കുകയാണ് എവിടെയാണെന്നുള്ളത്. സാറ് ദൈവം ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സാറ് ദൈവത്തെ കണ്ടിരിക്കണം, അല്ലെങ്കിൽ സാറ് ദൈവത്തെ അനുഭവിച്ചിരിക്കണം. ഇതിലേതെങ്കിലും ഒരു ഇതില്ലാതെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? സാറ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ സിസ്റ്റം തന്നെയാണ് ദൈവം. ഈ നേച്ചർ ഈസ് ഗോഡ്. അപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈ സിസ്റ്റം തന്നെയാണ് ദൈവം. ഓക്കെ. ഈ അങ്ങനെ നമ്മൾ ഈ സിസ്റ്റം തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ പല പരിണാമങ്ങൾ സംഭവിച്ച് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് ജീവനുണ്ടായി എന്ന് പറയുന്ന പോലെ പരിണാമങ്ങളിലൂടെ ആണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടായിട്ടുള്ളത്. പ്രപഞ്ചം, അതിനുശേഷം ഭൂമി. അപ്പോൾ അവിടെ എവിടെയാണ് സാറേ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത്? അതായത് നമ്മളുടെ തിയറി തന്നെയാണ് നമ്മൾ ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെല്ല് ഇപ്പം നമുക്കറിയാം ഹ്യൂമൻ വരെ വന്നു. പിന്നെ ഫസ്റ്റ് സെല്ല് ഒറിജിൻ ചെയ്യുന്ന ഈ സോളാർ സിസ്റ്റം, പിന്നെ അത് ഗാലക്സി, പിന്നെ യൂണിവേഴ്സ്. അപ്പോൾ ഈ യൂണിവേഴ്സ് തന്നെയാണ് ഈ നേച്ചർ തന്നെയാണ് ദൈവം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ഇപ്പോൾ ബാക്കിലോട്ട് പറഞ്ഞു വരുമ്പോഴാണ്. അതായത് ഫസ്റ്റ് സെല്ല്, സോളാർ സിസ്റ്റം, ഗാലക്സി, യൂണിവേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് യൂണിവേഴ്സ് ദൈവമായിട്ട് വന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പോട്ടുള്ള പരിണാമം, അത് ഇപ്പോൾ പറഞ്ഞത് ബാക്കിലോട്ടുള്ള പരിണാമം. മുമ്പിലോട്ടുള്ള പരിണാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമനിലെത്തി 7444 ദർശനം കാണുമ്പോൾ ജീവൻ ഒരവസ്ഥ കിടക്കും. അങ്ങനെ 3 തൊട്ട് 6 വരെയുള്ള അവസ്ഥ കടന്നവരാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദേവീദേവന്മാർ. അമ്പലങ്ങളിൽ വർഷിപ്പിക്കുന്ന ദേവീദേവന്മാർ 3 തൊട്ട് 6 വരെയുള്ള അവസ്ഥയാണ്. പടിയാറും കടക്കുമ്പോൾ ശിവനെ കാണാറാവും. അപ്പം ശിവൻ 6ാമത്തെ അവസ്ഥയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ മുക്തി എന്ന് പറഞ്ഞ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ജനമൃത്യു ചക്രത്തിൽ നിന്ന് നമ്മൾ മോചനം നേടും.
അപ്പം ജനിമതി ചക്രത്തിൽ നിന്ന് മോചനം നേടി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർ ആവും, പിന്നെ സോളാർ സിസ്റ്റം ആവും, ഗാലക്സി ആവും, പിന്നെ യൂണിവേഴ്സ് ആവും. അപ്പം അങ്ങനെ യൂണിവേഴ്സ് ആയിരിക്കുന്നത് ഒരു ജീവൻ തന്നെയാണ്. ഓക്കെ. അപ്പം ഒരു മിനിറ്റ്, അതായത് നമ്മുടെ ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ നവജോത് ശ്രീ കരുണാകര ഗുരു നമ്മുടെ മുന്നിലോട്ട് വയ്ക്കുന്നത് അണു തൊട്ട് അഖണ്ഡം വരെയുള്ള പരിണാമം എന്ന് പറയുന്ന വിഷയമാണ്. ഡാർവിൻ അണു തൊട്ട് മനുഷ്യൻ വരെയുള്ള പരിണാമം അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഗുരു മുന്നോട്ട് വയ്ക്കുന്നത് അണു തൊട്ട് അഖണ്ഡം വരെയുള്ള പരിണാമമാണ്. അപ്പോൾ ജീവൻ തന്നെയാണ് പരിണമിച്ച് യൂണിവേഴ്സ് ആവുന്നത്. ഓക്കെ. ഇപ്പം സാറ് പറയുന്നത് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ജീവൻ, ആ ജീവൻ ഫോം ചെയ്യുന്നത് മുതൽ അതിൻ്റെ വിവിധ അവസ്ഥാന്തരങ്ങൾ, മനുഷ്യന് ശേഷം സ്റ്റാറിന് ശേഷം സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിന് ശേഷം ഗാലക്സി, പിന്നെ അതിനുശേഷം യൂണിവേഴ്സ്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഉണ്ടെങ്കിലല്ലേ ഒരു അണു ഉണ്ടാവുന്നുള്ളൂ? ഏതുണ്ടെങ്കിലല്ലേ? ഈ യൂണിവേഴ്സ് ഉണ്ടെങ്കിലാണ് സോളാർ സിസ്റ്റം ഉണ്ടാവുക. സോളാർ സിസ്റ്റത്തിൻ്റെ അകത്താണ് യൂണിവേഴ്സ് ഉണ്ടെങ്കിലാണ് ഗാലക്സി ഉണ്ടാവുക. ഗാലക്സിയുടെ അകത്താണ് സോളാർ സിസ്റ്റം ഉള്ളത്. സോളാർ സിസ്റ്റത്തിന്റെ അകത്താണ് ഭൂമിയുള്ളത്. ഭൂമിയുടെ അകത്താണ് മനുഷ്യനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യമേ ഉള്ളതല്ലേ? അതിനുശേഷമല്ലേ അണു ഉണ്ടായത്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് ഇതിനു മുമ്പ് വേറൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂണിവേഴ്സിൽ ഒരു ജീവൻ, ആ യൂണിവേഴ്സിൻ്റെ അധികാരിയായിട്ടുള്ള ജീവൻ ഒരു ജീവനെ വളർത്തി വലുതാക്കി യൂണിവേഴ്സിൻ്റെ ശേഷി ആർജിപ്പിക്കും. ആ യൂണിവേഴ്സിൻ്റെ ശേഷി ആർജിക്കുന്ന ജീവനാണ് പുതിയ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ യൂണിവേഴ്സിൻ്റെ അധികാരിയായിട്ടുള്ള ജീവൻ ഒരു ജീവനെ വളർത്തി വലുതാക്കി വീണ്ടും യൂണിവേഴ്സിൻ്റെ കോൺഷ്യസ്നെസ്സിലോട്ട് വളർത്തി വലുതാക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഗുരുവിൻ്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സാർ, ഇപ്പം എനിക്ക് സാറിനോട് പറയാം, സാർ അത് ഈ ഇരിക്കുന്നത് ഈതനാണ്, ഇത് മനോജ് സാറാണ്, നമുക്ക് വിസിബിൾ ആണ്. ഇത് സാറ് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് സാറ്, അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, എന്തിനാണ് ജീവനെ ഉണ്ടാക്കുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നോളജ്. പക്ഷേ നമ്മളുടെ ആശയത്തിൽ എന്ന് വെച്ചാൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് സെല്ലോട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാം ഹയർ കോൺഷ്യസിലോട്ട് ഇവോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ യൂണിവേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിൻ്റെ ഹയർ ആയിട്ടുള്ള കോൺഷ്യസിനോട്ട് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എല്ലാം ഇവോൾവ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് എല്ലാം ലയിക്കും. അപ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയാകും. അപ്പോൾ നിലവിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ എല്ലാം സൈക്കിൾസ് ആയിട്ടുള്ള നോളജാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഈ ഒരു സൈക്കിൾ കഴിയുമ്പോൾ സിസ്റ്റത്തിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും, എനർജി ക്രിയേറ്റഡ് ആവും. അതായത് ആദ്യ സങ്കല്പം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ആദ്യ സങ്കല്പത്തിലെത്തിയ ജീവന് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുരു ആദ്യ സങ്കല്പത്തിലെത്തിയ ജീവനാണ്. അപ്പോൾ ഗുരുവിന് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലെത്തിയ ഒരു ജീവന് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൈക്കിൾ കഴിയുമ്പോൾ യൂണിവേഴ്സ് ഹയർ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇവിടെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് ചോദിക്കാം സാറേ. ഇപ്പം ഒരു ജീവൻ ഇവിടെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അത് സിസ്റ്റത്തിന് ഹൈയിലോട്ട് പോകണം. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹയർ ഗോൾസ് ഉണ്ടായിരിക്കും. ഓരോ മനുഷ്യനും ഇപ്പം നമ്മളെ നിലവിലൊരു ഫ്രെയിം വർക്ക് ഓഫ് മൈൻഡിലായിരിക്കും. ആ മൈൻഡിൽ നിന്ന് നമുക്ക് ഹൈ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോളിന് വേണ്ടി ആ ഗോളിനെ നമ്മൾ പ്രവർത്തിച്ച് സാധൂകരിച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഹയർ ലെവൽസ് ഗോൾസ് വരും. അപ്പോൾ മാസ്ലോയുടെ നീഡ് തിയറി കേട്ടിട്ടില്ലേ? അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് വെച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫ്രെയിംസിലെ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് വരും. ആ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് നമ്മൾ കോൺക്വർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് ഋഷി, സന്യാസി, ജ്ഞാനി, ബ്രഹ്മവിത്ത്, ഗുരുക്കന്മാരെല്ലാം ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയുന്ന തിയറിയിൽ മതങ്ങളില്ല, ദൈവമേ ഉള്ളൂ. ഇത് ഒരു മതാതീത ആത്മീയതയാണ്. അവിടെ മതങ്ങളില്ല, ദൈവമേ ഉള്ളൂ, ഇല്ലേ? അതായത് ഈ മതം എന്ന് പറയുന്നത് ഓരോ ആചാര്യന്മാരെ ഓരോ കോൺഷ്യസ്നെസ്സിലോട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകളാണല്ലോ മതമായിട്ട് ഫോം ചെയ്ത് വരുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ പ്രബോധനങ്ങളാണ്. അതുപോലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ജീസസിൻ്റെ പ്രബോധനങ്ങളാണ്. അപ്പോൾ
അതാണല്ലോ മതം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സ്പിരിച്വാലിറ്റിയിൽ മതാതീത ആത്മീയതയാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തുന്നത് എല്ലാം സെയിം പോയിന്റിലാണ്. അപ്പോൾ സൂഫികൾ അതിനെ വജത്ത് എന്ന് പറയുന്നു, സെന്നിൽ അതിനെ സതോറി എന്ന് പറയുന്നു, മഹാവീരൻ അതിനെ കൈവല്യം എന്ന് പറയുന്നു, ബുദ്ധൻ അതിനെ നിർവ്വാണം എന്ന് പറയുന്നു, ഹിന്ദുക്കൾ അതിനെ സമാധി എന്ന് പറയുന്നു. അപ്പോൾ ആ സെയിം പോയിന്റിലോട്ടാണ് എല്ലാവരും എത്തുന്നത്. പല വഴിയാണെങ്കിലും അവസാനം ആ സെയിം പോയിന്റിൽ എത്തിച്ചേരും. സാറ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും നിങ്ങൾ അവസാനം എത്തുന്നത് ഒരു സ്ഥലത്തേക്കാണെന്നാണ് സാറ് പറയുന്നത്. ആ ഒരു പോയിന്റിൽ എത്തിച്ചേരും. സ്പിരിച്വലി നിങ്ങൾ ഇവോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ആത്മീയ അനുഭവങ്ങൾ ഈ ആത്മീയപരമായി സഞ്ചരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. അവിടെ ഇന്നേവരെ ആരും കോൺട്രഡിക്റ്റ് ചെയ്തിട്ടില്ല. ആരും കോൺട്രഡിക്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒരേ അനുഭവം തന്നെയാണ്. ഇത് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒരു പ്രൊഡിക്ഷൻ മാത്രമല്ലേ, ഇതിന് തെളിവുണ്ടോ? അതായത് ശാന്തിക്കിൻ്റെ ആശയം എന്ന് പറയുന്നത് അനുഭവ സിദ്ധാന്തമാണ്. അത് നിങ്ങൾ തന്നെ ജീവിച്ച് ആ ഓരോ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്കിത് അനുഭവവേദ്യമാവും. ഒരു മല കയറുന്ന പോലെയാണ്. മലയുടെ ഏറ്റവും അടിയിൽ നിൽക്കുന്ന ആളുടെ കാഴ്ചയല്ല മലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുടെ കാഴ്ച. അപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് ആ രീതിയിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾക്കിത് അനുഭവവേദ്യമാവുള്ളൂ. ഇതൊരു അനുഭവ സിദ്ധാന്തമാണ്. ഓക്കെ. അപ്പോൾ ഇതിന് മുന്നേ ഈ പറയുന്ന ആ ലെവലിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ശരി. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ജീവൻ ഉണ്ടാകുന്നു. ജീവൻ ഉണ്ടാകുന്നെങ്കിൽ ഈ ജീവൻ എവിടെ നിന്നുണ്ടാകുന്നു? അതാണ് എൻ്റെ ഒരു ചോദ്യം. അത് ഇപ്പം നിലവിൽ നമ്മൾ പഠിക്കുന്നത് അബയോജെനിസിസാണ്. അതായത് അചേതന വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടായെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഗുരു പറയുന്നു, സൂര്യപ്രകാശം ചന്ദ്രനിൽ അടിച്ച് വൈറ്റലൈസ് ചെയ്ത ലൂണാർ ഡസ്റ്റ് അത് സമുദ്രത്തിൽ പതിക്കുമ്പോഴാണ് ജീവൻ ആദ്യമായിട്ട് ഉണ്ടാകുന്നതെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നാളെ എവിടെയെങ്കിലും ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടെത്തിയാൽ ഈ സിദ്ധാന്തം പൊളിയില്ലേ? അല്ല, നമ്മൾക്ക് പക്ഷേ കാരണം ഈ സിദ്ധാന്തം പൊളിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് മില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഏലിയൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏലിയൻസ് ഉണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ ഒരു മെത്തഡോളജിയിൽ ഫസ്റ്റ് സെൽ ഉണ്ടായി ഇവോൾവ് ചെയ്ത് അവിടുത്തെ സോളാർ സിസ്റ്റത്തിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പൊളിയത്തില്ല. അല്ല, നമ്മൾ സാറ് പറയുന്നത് ഒരു ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പതിച്ച് അവിടുന്ന് ഒരു ലൂണാർ ഡസ്റ്റ് ഉണ്ടായിട്ട് അത് ഭൂമിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ പതിച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ കേസ്. പക്ഷെ അത് വേറൊരു സോളാർ സിസ്റ്റത്തിൽ അതെങ്ങനെയാന്ന്. ഓക്കെ സാർ, എന്റെ ചോദ്യം ഒരു ജീവൻ എന്ന് നമുക്ക് എങ്ങനെ, ജീവന് എന്താ പ്രത്യേകതയുള്ളത്? ഈ പറയുന്ന പോലെ ആ ജീവനെ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. എന്നാൽ ജീവൻ ഉള്ള വസ്തുക്കൾ നമുക്കിപ്പോൾ സാറിന് ജീവൻ ഉള്ളത് കൊണ്ട് എനിക്ക് സാറോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ജീവനെ കാണാൻ പറ്റില്ല, സാറിനെ കാണാൻ പറ്റും, ഇല്ലേ? ഇതുപോലെ അതിലെവിടുന്നാണ് ജീവൻ വരുന്നത്? എന്റെ ചോദ്യം സിമ്പിളാണ്, ജീവൻ എവിടെ നിന്ന് വരുന്നു? അതാണ് ചോദ്യം. അതായത് നമ്മളുടെ ഫസ്റ്റ് സെൽ ഉണ്ടാവുന്നതാണല്ലോ ആദ്യ കോശം. ഓക്കെ, അതൊരു ഫിസിക്കൽ ആണല്ലോ. ഈ ഫസ്റ്റ് സെല്ല് ഫിസിക്കലാണ്. ഇനി അതിലുള്ള ജീവൻ എവിടെ നിന്ന് വരുന്നു? ജീവൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനും ഭൂമിയും, അതാണ് നമ്മുടെ മെയിൽ ഫീമെയിൽ എനർജീസ്. അപ്പോൾ നമ്മളുടെ റീപ്രൊഡക്ഷനിലെ മെയിലും ഫീമെയിലും വേണം. അപ്പോൾ അതുപോലെ മെയിലും ഫീമെയിലായിട്ട് ആക്ട് ചെയ്യുന്നത് ചന്ദ്രനും ഭൂമിയാണ്. അപ്പോൾ ചന്ദ്രനും ഭൂമിയും കൂടി ആക്ട് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് സെൽ ഉണ്ടാവുന്നത്. അവിടെ എവിടുന്നാണ് അതിൽ ജീവൻ വരുന്നത്? ഫസ്റ്റ് സെല്ല് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ജീവൻ ഉണ്ടായിരിക്കും. ജീവൻ അതൊക്കെ സാർ, അതിൽ ഈ സെൽ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബോഡി. ജീവൻ എന്ന് പറഞ്ഞ ആ പോയിന്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സംഭവം കൂടി അതിൽ എംബോഡി ചെയ്തിട്ടുണ്ടാവും. അല്ല സാറേ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ, പിന്നെ ഒരു ജീവൻ ഉണ്ടായിട്ട് അത് രൂപാന്തരപ്പെട്ട് ഏറ്റവും അവസാനം മനുഷ്യനിലേക്ക് എത്തി അതിൽ നിന്ന് സ്റ്റാറിലേക്ക് ആകും, അങ്ങനെ തന്നെയല്ലേ സാർ പറഞ്ഞത്? ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ജീവൻ, ഒരു ജീവൻ എന്ന് പറയുന്ന ആ എനർജി എവിടുന്ന് വരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളുടെ ലൂണാറും നമ്മുടെ ചന്ദ്രനും ഭൂമിയും നമ്മളെ മേറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോ, ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണെങ്കിൽ അതിലെ മേറ്റിങ്ങിലൂടെ ഫസ്റ്റ് ജീവൻ ഇവിടെ എറൈസ് ചെയ്യുന്നു. പക്ഷെ അതൊരു കോസ്മിക് ഡയമെൻഷനില്ല, നമ്മുടെ നോർമൽ കാണുന്ന രീതിയിലല്ല, ഒരു കോസ്മിക് ഡയമെൻഷനിലായതുകൊണ്ട്. ഈ സെല്ലെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബോഡിയാണ് സാറേ. ആ ഫിസിക്കൽ ബോഡിയിൽ ജീവൻ എംബഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജീവൻ എന്താണ്?
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ജീവനുണ്ട്. ആ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗോളാന്തര സ്വഭാവം എല്ലാം ഗോളാന്തര സ്വഭാവങ്ങളാണ്. അതായത് നമ്മൾ തന്നെ ഇവോൾവ് ചെയ്ത് ഇപ്പോൾ ചന്ദ്രനും ഭൂമിയും ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ പാരൻസ് ചന്ദ്രനും ഭൂമിയാണ്. അപ്പോൾ ഈ ചന്ദ്രനും ഭൂമിയും നമ്മളെ വളർത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളർന്ന് വലുതായി ഈ സൗരയൂഥ ശേഷി ആർജിക്കാൻ വേണ്ടിയാണ്. അവരുടെ ലെവലിലോട്ട് ഇപ്പം നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ ഗ്രഹം എന്ന് പറയുന്നു. ഈ ഗ്രഹത്തിൽ എന്താ സംഭവിക്കുന്നത്? 2 പാരൻസ് പിള്ളേരെ വളർത്തി അവരുടെ റേഞ്ചിലോട്ട് അവരെ ഗ്രോ ചെയ്യിപ്പിക്കാനുള്ള ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ ചന്ദ്രനും ഭൂമിയും ഫസ്റ്റ് സെല്ലുണ്ടായി. ആ ഫസ്റ്റ് സെല്ലിൽ ജീവൻ എംബഡഡാണ്. അതായത് ലൈഫിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ആ പ്രോപ്പർട്ടീസ് എല്ലാം അതിനുണ്ട്. അപ്പോൾ അത് ലൈഫാണ്. അപ്പോൾ ആ ലൈഫിനെ വളർത്തി വലുതാക്കി അവരുടെ ശേഷിയിലോട്ട് വളർത്താനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ സെലക്ഷനും മ്യൂട്ടേഷനാണ് എവല്യൂഷൻ എന്ന് പറയുന്നു. പക്ഷേ ഗുരു പറയുന്നു 9 ഗ്രഹങ്ങൾ 27 നക്ഷത്രവും 12 രാശിയിൽ പെടാതെ ഒരു പുൽക്കൊടി പോലും ജനിക്കില്ല. അപ്പോൾ ഈ ഗോളാന്തര സ്വഭാവം ജീവനുകൾക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും ഗോളങ്ങളുടെ സ്വഭാവമുണ്ട്. അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതും പിന്നെ അകലുന്ന അതെല്ലാം ഗോളാന്തര സ്വഭാവമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ബോഡിയാണ് നമ്മൾ. സാറേ, എനിക്ക് പറയാനുള്ളത്, ചില കാര്യങ്ങളിൽ ഇത് കാണുന്ന ആൾക്കാരോട്, സാധാരണക്കാരോട് കൃത്യമായിട്ടുള്ള പോയിന്റ് പറയാതെ അവരൊരിക്കലും ഇതിനെ അംഗീകരിക്കണമെന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് ആൾക്കാർ കൂടുതൽ പറയുന്നത്? നിരീശ്വരവാദികളുടെ വാദം എന്തുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് പറയാം, നിങ്ങൾ ദൈവത്തെ കാണിച്ചു തരൂ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതായത് ഒരു യുക്തിവാദി നിൽക്കുന്നത് മനോമയ കോശത്തിലാണ്, അതായത് മെന്റൽ ലെവലിലാണ്. അപ്പം നമ്മളൊരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഫ്ലാറ്റ് എർത്തിലെ കാണുന്നുള്ളൂ. നമ്മൾ ദൈവത്തെ കാണുന്നില്ലല്ലോ, ഫ്ലാറ്റ് എർത്തെ കാണുന്നുള്ളൂ. ഫ്ലാറ്റ് എർത്തിൽ എന്ന് വെച്ചാൽ ഫ്ലാറ്റ് എർത്തിൽ കാണുന്നു ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ അവൻ്റെ മനോമയ കോശത്തിൽ, അതായത് തോട്ട്സിൻ്റെ ലെവലിലാണ്. തോട്ട്സും ബുദ്ധിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തോട്ട്സിൻ്റെയും ബുദ്ധിയുടെയും ലെവലിൽ അവന് ഈ ഹയർ ആയിട്ടുള്ള ഫ്രെയിംസ് പെർസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആത്മീയ അനുഭവങ്ങളിലോട്ട് വളർന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രകാശങ്ങളെ കാണാൻ പറ്റുകയും ഈ ദർശനം മുതലായിട്ടുള്ള ഈ ആത്മീയ അനുഭൂതിയെല്ലാം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നോർമൽ മാൻ എന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ ഇര തേടാനും ഇണ ചേരാനും വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ എനർജി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഈ ഒരു തലം എന്ന് പറഞ്ഞാൽ അപ്രാപ്രിയം. ഈ തല അപ്രാപ്യമായതുകൊണ്ട് അവൻ വേക്കിംഗ് കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം, തുര്യാതീതം. അപ്പോൾ തുര്യം എന്ന് പറയുന്ന റേഞ്ചിലോട്ട് നമ്മൾ ഗ്രോ ചെയ്താൽ ഇത് അനുഭവവേദ്യമാവും. പക്ഷെ ആ ഒരു ലെവലിലോട്ട് ഇവന് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ പറയുന്നത് ദൈവമില്ലെന്ന് പറയുന്നു. പക്ഷെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും പറയും, ഞാനും പറയും, ക്യാമറാമാനും പറയും ദൈവം ഉണ്ടെന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരു ഫിസിക്കൽ ബോഡിയും ഉണ്ട്, അതിനൊരു ജീവനും ഉണ്ട്. അതിന്റെ ജീവൻ എവിടെ നിന്നാണുള്ളത്? അതായത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ജീവൻ സൂക്ഷ്മ തലത്തിലോട്ട് പോകും. ആ ജീവൻ നമ്മൾ സ്പേം എഗ്ഗും ഫ്യൂസ് ചെയ്ത് ഇത് ഇത് ഒരു ഇതുണ്ടാവുമല്ലോ, സ്പേം എഗ്ഗും എംബ്രിയോ ഉണ്ടാവുമല്ലോ. അപ്പോൾ എംബ്രിയോ ഗ്രോ ചെയ്യുമ്പോൾ ഈ ജീവൻ അതിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യും. ഈ സൂക്ഷ്മത്തിൽ നിൽക്കുന്ന ജീവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ സൂക്ഷ്മത്തിലോട്ട് പോകും. ആ ജീവൻ തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് സാറ് പറയുന്നത് പുനർജന്മത്തെ കുറിച്ചാണ് പറയുന്നത്. പുനർജന്മമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എത്ര പുനർജന്മം? അത് നമ്മുടെ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നവരെ റിപ്പീറ്റീവായി എടുത്തുകൊണ്ടിരിക്കും. തൗസൻഡ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. തൗസൻഡ്സ് ഓഫ് ബേർഡ്സ് എടുത്ത് നമ്മൾക്ക് ഈ നോളജ് കിട്ടി അക്വയർ ചെയ്ത് നമ്മൾ ജനിമൃതി ചക്രം മോക്ഷം എന്ന് പറയുന്ന ലെവലിൽ എത്തുന്നവരെ ബർത്ത് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളിത് പല ആൾക്കാരുടെയും അനുഭവങ്ങളിൽ നിന്നാണ് ഈ പുതിയ പുനർജന്മത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് സാർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച്, ഇപ്പോൾ വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ചെയ്തിട്ടുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുനർജന്മം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ ബേസ്? അതെന്ന് വെച്ചാൽ അവർ എംപിരിക്കൽ സ്റ്റഡീസാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു സ്കാർ ഉണ്ടെങ്കിൽ ആ സ്കാർ എവിടെ നിന്ന് വന്ന് ചിൽഡ്രൻ ഹു റിമെമ്പർ ദർ പ്രീവിയസ് ലൈഫ്സ്, അപ്പോൾ ആ ചിൽഡ്രനെ വെച്ച് സ്റ്റഡി ചെയ്ത് അവരത് കണ്ടെത്തും. പിന്നെ നമ്മുടെ പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ
അവന് പറയാൻ പറ്റിയാൽ ഉറപ്പായിട്ടും അവന് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് പറയാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും അല്ല, അങ്ങനത്തെ ഒരു ക്വാളിറ്റിയുള്ള പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ ഇപ്പോൾ വിഷൻസ് എല്ലാവർക്കും ഇല്ല, അങ്ങനെ വിഷൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ ആ വിഷൻസ് ഉള്ളവരെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിത് പൂർവ്വജന്മം കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വിഷൻസ് ഉള്ള ജന്മങ്ങൾ കാണുന്ന സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവരെ നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രീവിയസ് ബർത്ത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡോക്ടർ ബ്രയാൻ വീസിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടല്ലോ, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ കാത്തറിൻ എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ ഹിപ്നോട്ടിക് സ്ലീപ്പിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ആദ്യം ഈ ഡോക്ടർ ബ്രയാൻ വീസിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ അതെല്ലാം ശരിയായിരിക്കും. പിന്നെ അവരുടെ പ്രീവിയസ് ബർത്തിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ അത് പോയി അന്വേഷിച്ച് ഡീകോഡ് ചെയ്യുമ്പോൾ അതെല്ലാം ട്രൂ ആണ്. പിന്നെ ഇന്ത്യയിൽ അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട്. ഗാന്ധി തന്നെ ഒരു ലേഡിയുടെ കേസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ പത്രത്തിലൊക്കെ. അപ്പോൾ ഒട്ടനവധി കേസുണ്ട്. റീബർത്ത് നമ്മളുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ഇന്റർവ്യൂ ഒക്കെ കേട്ടിട്ടില്ലേ? ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന ആ എനർജിയും നമ്മുടെ സാധാരണ നമ്മളുടെ ജീവനും തമ്മിൽ ബന്ധമുണ്ടോ, ബന്ധമില്ലേ? ഇത് രണ്ടും ഒന്നാണ്. ബന്ധമുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഒരു ഗോളാന്തര രഹസ്യം പറയാം. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമിഡ ഗാലക്സിയും തമ്മിൽ ലയിക്കും. അത് സയൻസ് കണ്ടുപിടിച്ചു. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയുള്ള ജീവനുകളുടെ നമ്മളെ പോസിറ്റീവായിട്ട് രീതിയിൽ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ സോളാർ സിസ്റ്റമിൻ്റെ ഇവല്യൂഷനും ഫാസ്റ്റർ ആയിരിക്കും. ഇപ്പം മനുഷ്യൻ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ എവല്യൂഷനും ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഈ സിസ്റ്റവും നമ്മൾ കണക്ഷൻ ഉണ്ട്. അപ്പം നമ്മളിവിടെ മര്യാദയ്ക്ക്, അതാണ് ഈ ആചാര്യന്മാർ വരാനുള്ള കാരണം. ആചാര്യന്മാർ വന്ന് നമ്മളെല്ലാം കാലാകാലങ്ങളിൽ ഓരോ ആചാര്യന്മാർ വന്നിട്ട് നമ്മളെ നേർവഴിക്ക് നടക്കുന്നവരെ ഈ സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് കണക്റ്റഡാണ്. അതൊരു മിസ്റ്റിക്കൽ സീക്രട്ടാണ്. അത് നാസയ്ക്ക് പോലും അറിയത്തില്ല. പക്ഷേ ഇത് അട്രാക്റ്റീവ് എന്ന് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റീസൺസ് ഇതാണ്. അപ്പം ഇങ്ങനെ കുറച്ച് മിസ്റ്റിക്കൽ സീക്രട്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആചാര്യന്മാർ വരുന്നത് ദൈവത്തിൽ നിന്നാണോ? അല്ല, ആചാര്യന്മാർ എന്ന് വെച്ചാൽ ഈ ഹയർ കോൺഷ്യസ്നെസ്സിലോട്ട് ഇവോൾവ് ചെയ്ത ജീവനുകളാണ് അവര്. അപ്പം അവരെന്ന് വെച്ചാൽ അവർ ദർശനം ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് പ്രകാശം എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവരെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഗൈഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇവിടെയുള്ള ജീവനും ദൈവം എന്ന് പറയുന്ന എനർജിയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ. അല്ല, അത് കണക്റ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ സോളാർ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവനുകളുടെ എവല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മാനവരാശി ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകത്തിൽ ഗുരു വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ സത്കർമ്മങ്ങളും അവർ ജീവിക്കുന്ന രീതിയും ഈ സിസ്റ്റത്തിന്റെ എവല്യൂഷനെ ബാധിക്കും. ഓക്കെ, നിസ്സാരമായിട്ട് നമ്മൾ ഇപ്പോൾ സാധാരണ ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കാരണം ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, ഇനി ഞാനും ദൈവവും കണക്റ്റഡ് ആണോ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇന്റർവ്യൂ കണ്ട ലെന മാം പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഒരു നോളജ് ഇവിടെ ഉണ്ട്. അതായത് ആത്മീയതയിലെ ഒരു തലമാണ്. നമ്മൾ ആത്മീയപരമായിട്ട് ഉയരുമ്പോൾ ആ ഒരു തലത്തിലെത്തുമ്പോൾ പറയാം ഐ ആം ഗോഡ് എന്ന് പറയും. അതായത് 7ാമത് മന്വന്തരത്തിലെ 3ാമത്തെ ചതുർയുഗത്തിൽ സത്യത്രാനൻ എന്ന് പറഞ്ഞ ഒരു ഋഷി ഉണ്ടായിരുന്നു. ഈ ഋഷി എന്ന് വെച്ചാൽ സകലത്തിൻ്റെയും കാരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും കാര്യത്തിലും കാരണത്തിലും ഈ ഋഷിനെ തന്നെ കണ്ടിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള ഏറ്റവും വലിയ നോളജ് എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മിയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ആ നോളജ് ബേസ്ഡ് എത്തുമ്പോൾ അവരാണ് ദൈവം എന്ന് പറയും. പക്ഷെ അതിനുശേഷം അവസ്ഥാന്തരങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം അവസ്ഥാന്തരങ്ങളുള്ളപ്പോൾ ഞാനില്ലപ്പോൾ എല്ലാം നീ തന്നെയപ്പോൾ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലെത്തുമ്പോൾ നമ്മളുടെ ഞാൻ എന്ന് പറയുന്ന സംഭവം 0 ആയി പോകും. അപ്പോൾ അഹം കാണത്തില്ല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാംശമാണ്. ഇപ്പോൾ ഒരു സമുദ്രത്തിലെ ഒരു ജലം പറയുകയാണ്, ജലത്തിന് സമുദ്രത്തിന് എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അതുകൊണ്ട് ആ ജലം പറയുക ഞാൻ ഓഷ്യനാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ നമ്മൾ അംഗീകരിക്കാനും കാരണം വെച്ചാൽ സമുദ്രം എന്ന് പറയുന്നത് അത്ര വാസ്റ്റാണ്. ഒരു ജലം എന്ന് പറയുന്നത് അതിന് സമുദ്രത്തിന്റെ ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷെ അത് സമുദ്രമാകത്തില്ല. തുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ബ്രഹ്മാംശമാണ്. നമ്മളപ്പോൾ ദൈവം അഹം ബ്രഹ്മാസ്മി എന്നൊരു സ്പിരിച്വൽ സ്റ്റേജാണ്, പക്ഷെ നമ്മൾ ദൈവം ആകത്തില്ല. അപ്പോൾ കൂടുതൽ വീണ്ടും ഇവോൾവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഞാൻ ബോധം 0 ആവും. അപ്പം നമ്മൾ അവിടെ ലയിക്കുമ്പോൾ ഇവിടെ ഞാൻ എന്ന് പറയാൻ ആരും കാണത്തില്ല.
ഇപ്പം സാധാരണ ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മനുഷ്യ ജന്മത്തിൻ്റെ ആ ജീവിതം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതാണ് സാറേ. ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നു, അവൻ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്നു, വീണ്ടും അവൻ മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു. എപ്പോഴെങ്കിലും അവൻ ഈ പറഞ്ഞ ഒരു തലത്തിലേക്ക് എത്തി പിന്നെ ഒരു ജനനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ് സാറേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ക്രിയേഷൻ? അതല്ല നമ്മൾ ആദ്യം വ്യക്തമാക്കില്ല. എനർജി ക്രിയേറ്റ് സിസ്റ്റം ഹയർ കോൺഷ്യസിലോട്ട് ഇവോൾവ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത? അത് പക്ഷെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ബിഗ് ബാങ്ങിന് മുമ്പുള്ള കാര്യം നമുക്ക് സയൻസിന് ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ആശയത്തിൽ ഈ സിസ്റ്റത്തിന് മുമ്പ് വേറൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് വേറെ യൂണിവേഴ്സ് ഉണ്ട്, അതിന് മുമ്പ് വേറെ യൂണിവേഴ്സ് ഉണ്ട്, അങ്ങനെ ബാക്കിലോട്ട് ഇൻഫിനിറ്റിയാ, ഫ്രണ്ടിലോട്ട് ഇൻഫിനിറ്റിയാ. അപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ റീസൺ പറയാൻ പറ്റത്തില്ല. ശരിക്കും ഇത് ഈ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല, അങ്ങനെ തന്നെയല്ലേ? അത് ഗുരുക്കന്മാർക്ക്, നവജോത് ശ്രീ കരുണാകര ഗുരുവിനെ പോലുള്ള ത്രികാലജ്ഞാനിയായ ഒരു ഗുരുവിന് അത് പറയാൻ പറ്റും. എന്തിനാണ് അപ്പോൾ ഇവരത് വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണോ? അത് മറ്റേ ഗുരുവാണികളിലൂടെ എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ സാറിനോട് തന്നെ ആ ചോദ്യം ചോദിച്ചത്. അപ്പം അതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളുടെ ഇവല്യൂഷൻ ഹയർ 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 ഹൈ 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 അങ്ങനെ ഇവോൾവ് ചെയ്ത് പോകുന്ന പ്രോസസ്. ഇപ്പൊ എന്ത് കാര്യത്തിനും അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. ഇപ്പം ഒരു കുഞ്ഞ് ജനിക്കേണ്ടതിന്റെ ആവശ്യകത, ആ കുഞ്ഞ് വളരേണ്ടതിന്റെ ആവശ്യകത. അപ്പം ഇപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കന്മാർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് ആ കുഞ്ഞുണ്ടാവുന്നു. അതിന് കുറച്ച് വളർന്ന് അത് നല്ലൊരു നിലയിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കന്മാർക്ക് ഒരു താങ്ങാകുന്ന ഒരു അവസ്ഥയിലേക്ക്, അതൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ചില ഡിപ്പെൻസ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഈ ഒരു എവല്യൂഷൻ ഉണ്ടായി ഏറ്റവും ലാസ്റ്റ് ഈ പറയുന്ന ഒരു യൂണിവേഴ്സിലേക്ക് പോകേണ്ട ആവശ്യകത എന്താണ് അതിന്റെ? അത് സിസ്റ്റത്തിന്റെ, ഞാൻ പറഞ്ഞ സിസ്റ്റം എല്ലാം ഹൈലോട്ടാണ് ഇവോൾവ് ചെയ്യുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് സെല്ലോട്ട് ഹ്യൂമൻ വരെ എല്ലാം ഹൈലോട്ടാണ് ഇവോൾവ് ചെയ്ത് പോകുന്നത്. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് നമ്മൾ സിസ്റ്റത്തിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും നമ്മൾക്ക് ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറയാൻ പറ്റത്തുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എന്ത് സിദ്ധാന്തം പറഞ്ഞു എന്ന് പറഞ്ഞാലും യൂണിവേഴ്സ് ഈ പറയുന്നത് പോലെ നമുക്ക് പിടിതരാത്തൊരു സംഭവം തന്നെയാണ്. അങ്ങനെ തന്നെയാണോ? അത് പക്ഷെ നമ്മൾ ഹയർ ഇവോൾവ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ ഹയറിലേക്ക് പോകുമ്പോ പിന്നെ ഞാനില്ലല്ലോ, അവിടെ സീറോ സ്റ്റേറ്റാ. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഞാനില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുക? അതായത് ഇപ്പൊ ശാന്തിഗിരിയുടെ ആശയം എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഈ കരുണാകര ഗുരുവിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇദ്ദേഹം ഇനിയും ഹയറിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തന്നെ ഇല്ലാണ്ടാവും. ഈ കരുണാകര ഗുരു എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഇല്ലാണ്ടാവും. പിന്നെ ആരിതിനെ കുറിച്ച് പറയും? അപ്പോൾ നമ്മള് ഗുരുവാണികളിലൂടെ ഗുരു ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. സാറേ, എന്തായാലും എന്റെ ചോദ്യം ഇതാണ്, ഏറ്റവും ഹയർ പൊസിഷൻ ആവാതെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. ഇനി ആ ഒരു ഹയർ പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ സീറോ സ്റ്റേറ്റിലേക്ക് പോകണം, ഞാൻ ഇല്ലാണ്ടാവണം. ഞാൻ വെച്ചാൽ ഈ ഞാനെന്ന് പറയുന്ന അഹം ഇല്ലാണ്ടാവണം. ഈ അഹം ഇല്ലാണ്ടായാൽ പിന്നെ എനിക്ക് ഈ ഇവിടെ എന്ത് കാര്യം, ഞാൻ ആരോട് പറയും? അതായത് നമ്മളുടെ ശാന്തികളുടെ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ 7ാമത് മന്വന്തരത്തിലെ 3ാമത്തെ ചതുർയുഗത്തിൽ സത്യദ്രാൻ എന്ന് പറയുന്ന ഋഷി സകലത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാര്യത്തിലും കാരണത്തിലും ഈ ഋഷിനെ തന്നെ കണ്ടിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. അപ്പോൾ അത് 7ാമത് മന്വന്തരത്തിലെ 3ാമത്തെ ചതുർയുഗത്തിലാണ്. പിന്നെ 25 ചതുർയുഗങ്ങളായിട്ട് ഈ നോളജ് ബേസിനെ ട്രാൻസെൻഡ് ചെയ്യാനായിട്ട് ഒരു ആചാര്യനും സാധിച്ചില്ല. അതുകൊണ്ടാണ് ലെനയും വന്നിട്ട് പറഞ്ഞത് ഐ ആം ഗോഡ് എന്ന് പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. അപ്പം ഞാനും അഹം ബ്രഹ്മാസ്മിയായിട്ട് ജീവിച്ച വ്യക്തിയാണ്. ഞാൻ ഉപനിഷത്ത് പഠിച്ചപ്പോൾ ഞാനും അഹം ബ്രഹ്മാസ്മി, ഞാനും എൻ്റെ ഫ്രണ്ട്സിനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഐ ആം ഗോഡ്. അപ്പോൾ 25 ചതുർയുഗങ്ങളായിട്ട് ഈ നോളജാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ എവല്യൂഷനെ ബാധിച്ചു. സിസ്റ്റം നെഗറ്റീവായിട്ട് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റത്തിൻ്റെ എവല്യൂഷനും നമ്മളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സിസ്റ്റം തന്നെ നശിക്കും എന്നുള്ള ലെവലിലോട്ട് എത്തി. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അധികാരി ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് തന്നെ വന്ന് ജനിച്ചു. അപ്പോൾ അതാണ് നവജോത് ശ്രീ കരുണാകര ഗുരു. ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആണ് നവജോത് ശ്രീ കരുണാകര ഗുരു. അപ്പോൾ ഗുരു കഴിഞ്ഞ യൂണിവേഴ്സിൽ ഇത് പൂർത്തീകരിച്ചുകൊണ്ട് ഗുരുവിന് ഈ നോളജ് ഫുള്ളുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ തപോബലം എന്ന് പറഞ്ഞാൽ അത്ര ഹൈയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരു വന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ല, സത്യത്തിൻ്റെ ആത്മാവ് വന്ന് നിങ്ങളെ സകല സത്യങ്ങളും അറിയിക്കും. അപ്പോൾ സകല സത്യങ്ങളും നമ്മുടെ മനുഷ്യരാശിയുടെ വെൽബീയിങ്ങിന് വേണ്ടി റിവീൽ ചെയ്തിരിക്കുക.
ഓക്കെ സാറേ, ഇപ്പൊ സാറ് പറയുന്നത് ഈ ഈ യൂണിവേഴ്സിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലക്സിയുടെ ആണോ ഈ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിന്റെ അധികാരി കരുണാകര ഗുരുവാണെന്നാണ് സാർ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഓരോ മതത്തിലും ഓരോ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ പിന്നെ ആരാണ്? അതിപ്പം നമുക്ക് ഓരോ ആചാരന്മാർ ഓരോ കോൺഷ്യസ്നെസ്സിലാണ് എത്തി നിൽക്കുന്നത്. പടിയാറും കടക്കുമ്പോൾ ശിവനെ കാണാറാവും, ശിവൻ 6ാമത്തെ അവസ്ഥ, ശ്രീകൃഷ്ണൻ 8ാമത്തെ അവസ്ഥ. അങ്ങനെ ഓരോ ആചാര്യന്മാർ ഓരോ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആചാര്യൻ്റെ നോളജ് എന്ന് പറയുന്നത് ആ നോളജ് ആയിരിക്കും ഈ ആചാര്യനാണോ ഏറ്റവും ഹയസ്റ്റ് ആണെന്ന് നമ്മൾ തീരുമാനിക്കാൻ പോകുന്ന ഘടകം. അപ്പം നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ആചാര്യം വരുമ്പോൾ മാത്രമേ അതാണ് ട്രൂത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മനോജ് സാറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് കൂടെ ഇത് കുറെ ചിന്തകളുടെ ഒരു ആകത്തുകയാണ് സാർ എന്നോട് പറയുന്നത്. ഇപ്പോഴും എനിക്ക് സാറ് വിസിബിൾ ആക്കി തരുന്നില്ല, അല്ലെങ്കിൽ വിസിബിൾ ആക്കാൻ സാറിനെ കൊണ്ടും പറ്റുന്നില്ല. എൻ്റെ ദൈവം നേച്ചറാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കഴിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവൻ്റെ ശേഷിയോളം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ മുകളിൽ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് കരുണാകര ഗുരുവാണ് ഇതിൻ്റെ അധികാരി എന്ന് പറയാൻ പറ്റുക? അത് ഗുരുവിൻ്റെ മറ്റേ ഗുരുവാണികളും ഗുരു തന്നിരിക്കുന്ന നോളജും, ആ നോളജിൻ്റെ ബേസിൽ പിന്നെ ഒത്തിരി പ്രഡിക്ഷൻസ് ഗുരുവിനെ കുറിച്ചുണ്ട്. അതായത് നോസ്ട്രഡാമസിൻ്റെ പ്രവചനം, 3 സമുദ്രങ്ങൾ ചേരുന്ന വ്യാഴാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്ന ആചാര്യൻ്റെ ആശയം ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും. അതാരെക്കുറിച്ചാണ് വ്യാഴാഴ്ച പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുന്നത്? അത് നവജ്യോത്ശ്രീ കരുണാകര ഗുരുവാണ്. പിന്നെ ബുദ്ധൻ്റെ അടുത്ത് ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ നോക്കിയാൽ മതി. അതായത് ബുദ്ധൻ്റെ അടുത്ത് ആനന്ദൻ ചോദിക്കും, അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ആരാണുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ പറയും മെതയ എന്ന പേരുള്ള ബുദ്ധൻ വരും. അപ്പോൾ മെതയ എന്ന പേരുള്ള ബുദ്ധൻ ആരാ? മെതയ എന്ന് വെച്ചാൽ പാലി വേർഡിൻ്റെ മീനിങ് എന്താ? കരുണ എന്നുള്ള. അപ്പോൾ ഇതെല്ലാം പ്രവചനങ്ങളിലെ മഹാഗുരുവാണ്. എല്ലാ ആളുകളും പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രവചനമുണ്ട്, മെതയ എന്ന പേരുള്ള ഒരു ഗുരു വരും. അപ്പോൾ അത് നവജ്യോത്ശ്രീ കരുണാകര ഗുരുവാണ്. ഓക്കെ, അതിലിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം. ഈശോ തന്നെ പറയുന്നു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സാറേ അവിടെ ഒരു ലോജിക്? അതെന്ന് വെച്ചാൽ നമ്മുടെ ജീസസിൻ്റെ മിസ്സിങ് ഇയേഴ്സ് ഇന്ത്യയിലായിരുന്നു. അത് ജീസസ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ജീസസ് ഇന്ത്യയിൽ വന്നിട്ടാണ് ഈ നോളജ് മനസ്സിലാക്കിയത്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ നോളജാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. അത് അഹം ബ്രഹ്മാസ്മിയാണ്. അപ്പോൾ ആ നോളജിലാണ് ജീസസും എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കണക്ക് നമ്മളിപ്പോൾ ബാബാജിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്, മഹാവതാർ ബാബാജി. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് ഒറ്റവാക്കിൽ? എനിക്ക് പക്ഷേ ക്രിയായോഗയെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ ബാബാജി എലൈവ് ആണെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല മഹാവതാർ ബാബാജിയെ കുറിച്ച്. അപ്പം നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നോൺ ഈസ് എ ഡ്രോപ്പ്. നോൺ ഈസ് ഇപ്പം ഞാൻ ഈ ആശയത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതുകൊണ്ട് ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്, നിങ്ങളെ പോലുള്ളൊരു സാധാരണക്കാരനാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ മിസ്റ്റേക്സ് കാണും, ഇല്ലെന്ന് ഞാൻ എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, മിസ്റ്റേക്സ് കാണും. പക്ഷേ എൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ആകത്തുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചോ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും മനുഷ്യരായ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരു തെളിവ് നൽകാനും പറ്റില്ല. പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ മനോജ് സാറിനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഗുരുക്കന്മാർ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വചനങ്ങളിലൂടെയാണ് നമ്മൾ അറിയുക ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തായാലും ഇത് നമ്മൾ അനുഭവിക്കുന്നത് വരെ, അനുഭവവേദ്യമാകുന്നത് വരെ ഒരു മിസ്റ്ററി ആയിരിക്കും. എന്തായാലും നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. സാറ് ഈ എല്ലാ ഗുരുക്കന്മാരും പറയുന്ന പോലെ ചെറിയ ജീവനിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്കുള്ള ജീവൻ വരെ, ആ ജീവനിൽ നിന്ന് ഈ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ഇല്ലാതാകുന്നത് വരെ ഇത് മരീചികയായി തുടരുക തന്നെ ചെയ്യും. അത് ജീവന്റെ പരിണാമമാണ്. അപ്പൊ ജീവൻ ഇവോൾവ് ചെയ്ത് ഹയർ ആയിട്ടുള്ള സ്റ്റേറ്റിലെത്തി അനുഭവവേദ്യമാകുമ്പോൾ മാത്രമേ ഇത് റിവീൽ ആവത്തുള്ളൂ. അതുവരെ ഇതൊരു മിസ്റ്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ ചില ഇതിനോട് എനിക്കും യോജിക്കാൻ കഴിയില്ല. ഇപ്പം ആരെങ്കിലും ഒരാള് വെച്ചിട്ട് ഇദ്ദേഹമാണ് ഈ യൂണിവേഴ്സിന്റെ അധികാരി എന്ന് പറഞ്ഞാൽ എനിക്കും ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു കണ്ടെത്തൽ ഇതാണ്,
നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനായി നിൽക്കുന്ന ആരെ കൊണ്ടും പറയാൻ പറ്റില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. മനോജ് സാറേ, മനോജ് സാറിന് പ്രത്യേകം നന്ദി. ഇങ്ങനൊരു വിഷയമായിട്ട് ഞാൻ സംസാരിക്കാൻ വന്നതിന്, പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു സംശയങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മറുപടി തരാൻ പറ്റിയതിനും ഒരുപാട് താങ്ക്സ് സാറേ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. നിങ്ങൾ നമ്മളൊന്ന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് സ്നേഹം തുടർന്നുകൊണ്ടേയിരിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അല്ല, എനിക്ക് കൺക്ലൂഷൻ എന്ന നിലയിൽ പറയാനുള്ളത്, ഈ ആശയം നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ജീവനിലെ സൂക്ഷിപ്പോടുകൂടി നമ്മൾ ജീവിച്ച് 10 കൽപ്പനകൾ അതെല്ലാം അനുസരിച്ച് മെഡിറ്റേഷനെല്ലാം ചെയ്ത് ധ്യാനത്തിലൂടെ ഹയർ കോൺഷ്യസിൽ എത്തിയതിന് ശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിലോട്ട് വരാൻ പാടുള്ളൂ. അതുവരെ ഈ സബ്ജക്റ്റ് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ തീരുമാനിച്ചോ. എത്തിയതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചോ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അപ്പോൾ അതുവരെ ഈ സബ്ജക്റ്റ് ഓപ്പൺ ആക്കി വെക്കണമെന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ തിരയുക അദ്ദേഹം എവിടെയാണെന്നുള്ളത്. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യകതയാണ്.